പതറി നിൽക്കുന്ന നിന്നെ ഞാൻ ഈ ചൂരിൽ വെച്ചുകൊണ്ട് 3 അടി ഒപ്പം ദീരിക്കണം ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ ചെവിയിലിട്ടിരിക്കും. കാലിബർ, ലോജിക്കൽ സ്കില്ല്, പ്രോബ്ലം അനാലിസിസ്. എടാ നീ എത്ര നിന്റെ വായിൽ നിന്ന് ഡയലോഗ് വന്നാലും നിന്റെ തലയ്ക്കുള്ളിൽ അതിനുള്ളത് ഇല്ല, അതിനുള്ള ആളില്ല നിന്റെ തല. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതിൽ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ട് സ്വാഗതം. മിന്നി 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 സെറ്റ്. അപ്പൊ നമ്മളിന്ന് വേറൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഗെയിമിന്റെ പേര് ഇത് പറയുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിമാണ്. സംഭവത്തിന്റെ സ്പെഷ്യൽ ആയുധത്തിന് കാലില്ലെങ്കിൽ നമ്മളുണ്ടോ പണിഷ്മെന്റ് ആയുധം എനിക്കറിയില്ല വെറുതെ ഇട്ടുള്ളൂ. അപ്പൊ സംഭവം എന്താ വെച്ചാലേ സംഭവം പറഞ്ഞാൽ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അതായത് സംഭവം എന്താ വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ 3 കടുങ്കഥ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിന്റെ കയ്യിൽ 3 കടുങ്കഥ ക്വസ്റ്റ്യൻസ്, കടുങ്കഥ തന്നെ പറയാ. അതൊക്കെ നീ പ്രിപ്പയർ ചെയ്ത് വെക്കുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ബാക്കി 3 കടുങ്കഥകൾ ഞാനും പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിന് വെച്ചതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിനക്ക് ചോദിക്കാം. നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം കിട്ടും. കാരണം കാലിബർ എനിക്ക്. അപ്പൊ ഞാൻ ആൻസർ പറയും. കാലിബർ, ലോജിക്കൽ സ്കില്ല്, പ്രോബ്ലം അനാലിസിസ്. ഇതൊക്കെ എനിക്കാണ്. പ്രോബ്ലം അനാലിസിസ് ഇതൊക്കെ എനിക്കാണ് കൂടുതൽ. അത് കാരണം അത് കാരണത്താൽ ഈ മണ്ടനങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഞാൻ മനസ്സിലാക്കി. വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ 5 സൈഡ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് എക്സാം ചെറുതായിട്ട് മടി അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. അപ്പൊ നീ 3 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് റെഡിയിൽ വെക്കും. നിനക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, കാലിബർ ഉള്ളവരോട് എനിക്ക് ആൻസർ കിട്ടും. അങ്ങനെ വരുമ്പോൾ നിനക്ക് അങ്ങനെ നിനക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഡെഫിനറ്റ് ആയിട്ട് നിനക്ക് ആൻസർ കിട്ടാൻ പോകില്ല. കാരണം എടാ നീ എത്ര നിന്റെ വായിൽ നിന്ന് ഡയലോഗ് വന്നാലും നിന്റെ തലയ്ക്കുള്ളിൽ അതിനുള്ളത് ഇല്ല, അതിനുള്ള ആളില്ല നിന്റെ തല. അതിനുള്ളത് ഇല്ല നിന്റെ തല. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കാം. എന്നിട്ട് കളിക്കാറുക. എന്നിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നിനക്ക് കിട്ടിയില്ല. എന്റെ ക്വസ്റ്റ്യൻസിന് മുമ്പിൽ പതറി നിൽക്കുന്ന നിന്നെ ഞാൻ ഈ ചൂരിൽ വെച്ചുകൊണ്ട് 3 അടി ഒപ്പം ദീരിക്കണം ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ ചെവിയിലിട്ടിരിക്കും. ഡയലോഗ് പറയണത് അതിനുള്ള ആളില്ല നിന്റെ തല. അപ്പൊ വെക്കും. വെച്ച് കഴിഞ്ഞാൽ വേദന കൊടുക്കും. അത് കറിഞ്ഞൊന്നും കാര്യമില്ല. അവിടെയും നിനക്ക് എന്റെ കൂടെ സഹനശക്തിയില്ല. അത് നീ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് തുടങ്ങാം. കാലി പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ. അയ്യേ ഇതേത് പറഞ്ഞറിയാത്ത ഞാൻ പറഞ്ഞില്ലേ, സ്കില്ല്, കാലിബർ, പ്രോബ്ലം അനാലിസിസ്, പിന്നെന്താ പിന്നെ കുന്തല് പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ നടന്നിട്ട് ചമ്മി പോകും. അത് ഉത്തരം പറ. അത് പറങ്ങട് കാലം കൂട. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എടാ അറിയോ ഐസക് ന്യൂട്ടന് ആപ്പിള് തലയിൽ വീണപ്പോ ഐസക് ന്യൂട്ടനെ ആപ്പിള് വീണപ്പോഴേ അതിന് ഐസക് ന്യൂട്ടൻ തലയിലാണ് ന്യൂട്ടൻസിലോ ചിലപ്പോ ഐസക് ന്യൂട്ടൻ തലയില് ആപ്പിള് വീണപ്പോ കണ്ടതിനാണ് കാരണം കണ്ടുപിടിച്ചത്. ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് അന്ന് ആപ്പിള് വീണു. ചുള്ളം പോലെ ബോധം പോയി കിടക്കായിരുന്നു. ഞാനാണ് അവിടെ വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബോധത്തിൽ ഐഡിയ പറഞ്ഞു കൊടുത്തു. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. തോറ്റില്ലേ ചമ്മിയില്ലേ ഫസ്റ്റ് ദിവസം ചമ്മിയില്ലേ ചമ്മി ചമ്മി ഈ ചമ്മി ചിലപ്പോ കളിക്കുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ നീ പതറാൻ തയ്യാറായിക്കോ, വിറക്കരുത്. ഡാഡി
ഡാഡി മമ്മിയാവുന്ന സ്ഥലം. ചിന്ത പോണണ്ട പത്തറണ കണ്ട അവൻ പതറണണ്ട. ഡാഡി മമ്മിയാവുന്ന സ്ഥലം. ഡാഡി മമ്മിയാവുന്ന സ്ഥലം പറ്റില്ല നിനക്ക്. ആശുപത്രി പോയിട്ട് നിങ്ങളുടെ ഡാഡിനെ മമ്മി കൊടുല്ലോ. പറയടാ പറയടാ എടുത്തോടുത്തോട്ട് പറ്റില്ലോ 3 അടി നിൽക്കും. ഓക്കെ എനിക്ക് തോൽക്കും. എന്താ കാരണം? ഞാൻ പറഞ്ഞില്ലേ വായന എന്നാ പറയാ അതിനുള്ള ആളില്ലുള്ളു. തിരിഞ്ഞോ? ഡാഡി മമ്മി വന്ന സ്ഥലം ഏതാന്നറിയോ? ഈജിപ്ത്. ആലോചിക്ക് എങ്ങനെ ആയിക്കോട്ടെ. ഡാഡി മമ്മി മമ്മിയുള്ള സ്ഥലം. ആയിക്കോട്ടെ മമ്മി മമ്മിയുള്ള സ്ഥലം. മമ്മി മമ്മീനെ എല്ലാവർക്കും ചോദിക്കണ്ട. ഇയാളെ കഥയിൽ ചോദ്യമൊന്നുമില്ല. കിട്ടാതെ എനിക്കിങ്ങനെ അടിക്കാന്നൊക്കെ പറഞ്ഞു. 3 അടി ക്ലിപ്പ് ഓട്ടപ്പെടാം. ചെവി അല്ലെങ്കിൽ ആ ചെവി ഇങ്ങോട്ട് വന്നോ. ക്ലിപ്പിൽ ട്രാൻസ്ഫർ കൊടുക്കാം. ചെറിയ സുഖം കൊടുക്കും. ഈ കമ്മൽ ഒരു ക്ലിപ്പ് വെച്ചാൽ ഇനി ഗെയിം കേട്ടാ സാധനം എടുക്കാൻ പറഞ്ഞോ. എന്താ എന്ത് ബുദ്ധി തന്നെ. കരയിലുണ്ട് കുതിരയിലില്ല, ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല, ജലതയിലുണ്ട് ജലങ്ങളിലില്ല, 3 അക്ഷരങ്ങളുള്ള ഞാൻ ആരാണ്? കരയിലുണ്ട് 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 കുതിരയിലില്ല. കര കുതിര കുതിരയിലില്ല. കര ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല, ജനതയിലുണ്ട് ജനങ്ങളിലില്ല, 3 അക്ഷരമുള്ള ഞാൻ ആരാണ്? നിന്റെ വീട്ടില് നീ പ്രോബ്ലം ഹിന്ദിയിലാണ് പറ്റില്ല. ഗെയിം പറഞ്ഞാലും ആൾക്കാർക്കൊക്കെ എന്ത് ഹിന്ദു ഒരു ക്ലൂ. കഴുതയിലുണ്ട് കുതിരയിലില്ല ഇതല്ലേ? അല്ല കരയിലുണ്ട് കുതിരയിലില്ല. എഴുതിയോട്ടോ. പ്രോബ്ലം അനാലിസിസ് സ്കില്ല് പുറത്തൊക്കെ മനസ്സിലാവും. കര കുതിര കുതിരയിലില്ല അല്ലെ? ജനതയിലുണ്ട് ജനതയിലുണ്ട് ശ്രദ്ധിക്കണം. അതായത് എന്റെ വായിൽ നിന്ന് അറിയാണ്ട് വരുന്ന പോലെ യഥാർത്ഥ ഉത്തരങ്ങൾ തന്നെയാണ്. ശക്തി കൊടുത്തില്ല അതൊക്കെ തെറ്റാ. വിജയിക്കണം കഴിവ് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ നീ നിങ്ങള് നേരിട്ട് നോക്കാം. എനിക്ക് കാല് ഒടിഞ്ഞു വരെ ഒന്ന് നേരത്തെ പ്രോബ്ലം അനാലിസിസിന് 2 ക്ലിപ്പിടിക്ക്. നീ കൊണ്ട് മറക്കണ്ടാ. അത് കടത്താവശ്യം റോസ് മതി. റോസ് ഇങ്ങനെ ഇങ്ങനെ കേൾവി ശക്തി പോയാ. വീണ്ടും അവൾ പതറാൻ തയ്യാറായിക്കും. നീ വിരലുകളുടെ മുമ്പിൽ നീ മുട്ടുകൾ കുത്തി നിൽക്കും. ക്വസ്റ്റ്യൻ കേട്ടോ. കണ്ടാൽ വണ്ടി തൊട്ടാൽ ചുരുളു. ആര് തീരട്ടെ? ചമ്പുകയാണ് കൈസ് നമ്മൾ.
സേവ് ചെയ്യാനായിട്ട് അടുത്ത ദിവസം നീ നല്ല വേനോട് സേവ് ചെയ്യോ. 1000 പോലീസുകാർക്ക് ഒരൊറ്റ ബെൽറ്റ്. ഇവൻ അയ്യോ ഇവന്റെ പേരെന്തായിരുന്നല്ലോ, അടിച്ചു പറഞ്ഞ ചൂല്. യമോനെ ചെറുക്കൻ കുത്തി. എടാ ഇന്റെ പോലല്ല ഇതിന്റെ ഉള്ളിൽ ഓടണതേ അയ്യന്മാരൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിയെ. പക്ഷേ അത് കുഴപ്പമില്ല, പക്ഷെ ആൻസർ ഒന്നുമല്ലോ. അതാണ് കഴിഞ്ഞാ എന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. മുട്ടുകൾ കുത്തി കാലുകൾ പിടിക്കാൻ തയ്യാറായിക്കോ. മുട്ടുകൾ കുത്താണ്ട് കാലിപ്പിക്കാൻ പറ്റും. പറയണ നീ. ഇതൊരു മനുഷ്യനാണ്. ഇത് വലിയ ക്വസ്റ്റ്യനാണ്. മനുഷ്യനാണ്. ക്വസ്റ്റ്യന് നീ കൂട്ടി പറഞ്ഞ ഇത് കൂട്ടല. ഇത് ലോകത്തിൽ അറിയുന്ന ഒരു സത്യം. ഇദ്ദേഹം ഒരു മനുഷ്യനാണ്. പക്ഷെ ശ്രദ്ധിച്ചോട്ടോടാ. പക്ഷേ ഇദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞ് നീ ചിന്തിക്കുന്നതിനപ്പുറം ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളൂ. അതിലൊക്കെ ആയിരിക്കും ആൻസർ പോവാ. ആ വാക്കുകളായിരിക്കും അതിന് ആൻസർ പോവാ. ഇദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞ് നീ ചിന്തിക്കുന്നതിനപ്പുറം ഇതൊക്കെ ഉള്ളതാണ്. ഇദ്ദേഹത്തിന്റെ കഴിവുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ബുദ്ധി നിന്നേക്കാൾ 10 ഇരട്ടി. ആ വാക്കുകളായിരിക്കും ആൻസർ ആവാൻ മാറുന്നത്. ശ്രദ്ധിച്ചോട്ടെ. നിങ്ങൾ ആലോചിച്ചത് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ഈ വാക്കുകളായിരിക്കും ആൻസർ പറയാൻ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? ഇദ്ദേഹത്തിന്റെ കഴിവ് വളരെ വലുതാണ്. ബുദ്ധി നിന്നേക്കാൾ 10 ഇരട്ടി. വിവേചന ശക്തി 100 മടങ്ങ് നിന്നേക്കാൾ. ആരാണ് അദ്ദേഹം? വാക്കുകൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ ആലോചിച്ചോ. ദൈവത്തിനാണ് നിന്നെക്കാളും മണ്ട. വാക്കുകൾ ശ്രദ്ധിച്ചോട്ടാ. വാക്കുകളിലൂടെ ആൻസർ നീങ്ങി പോകുന്നുണ്ട്. ഇതൊരു മനുഷ്യനാണ്. ഇതൊരു മനുഷ്യനാണ്. അടുത്തതായി ഇദ്ദേഹത്തിന്റെ കഴിവ് നിന്നേക്കാൾ കൂടുതൽ. ബുദ്ധി നിന്നേക്കാൾ 10 ഇരട്ടി. കഴിവ് ബുദ്ധനാണ്. അദ്ദേഹത്തിനൊന്നും പറ്റില്ല. നീ ഇന്നില്ലെങ്കിലും നാളെ വരും. നാളെ ഗൂഗിളിൽ നാളെ വേറെ ക്വസ്റ്റ്യൻ നീ അതുല്യ. അത് നാളെ വേറെ ക്വസ്റ്റ്യൻ. നാളെ വരാം മോളെ ക്വസ്റ്റ്യൻ. നാളെ സാധനം ഗൂഗിളിൽ ആഡ് ചെയ്യുമ്പോ നീക്കറിയും. നീ നിന്റെ ചേട്ടനെ വക്കീലെ നാളെ ദുഃഖിക്കുന്ന നീ ചെയ്തതിന്. എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നാളെ ദുഃഖിക്കും താൻ. നാളെ എന്റെ ഈ ക്വസ്റ്റ്യൻ നാളെ ഗൂഗിൾ വരും. നീ കണ്ടോ? നീ തീർന്നു മോളെ. അന്നത്തെ കാലത്ത് കണ്ടോ? ഇന്നിപ്പോ ഇങ്ങനെ നിങ്ങളെ നാളെ എന്റെ പേര് ഗൂഗിളിൽ വരും. ഗൂഗിളിലെ ഡയലോഗ് ഞാൻ പഠിച്ചോത്ത ഡയലോഗ്. ഗൂഗിളിലെ അക്ഷരങ്ങളുടെ ഇടയിലൂടെ ക്ലിൻസ് എന്ന പേരുള്ള ഞാൻ ഒരു പുഴുവിനെ പോലെ കിട്ടുന്ന വരും. തങ്കം പോലുള്ള ഒരു ബോണ്ട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു. അപ്പൊ നീ കണ്ടോ? അയ്യായി തട്ടിയാണ്. അപ്പൊ നമുക്ക് നേരെ പുഴു പെരുക്കും. നീ ഓരോ അക്ഷരങ്ങൾ എടുത്ത് നോക്കാൻ മതി. അപ്പൊ നമുക്ക് നേരെ അടുത്ത വീഡിയോ വീണ്ടും വരും കേട്ടോ. വേറെ കാര്യം നമ്മുടെ വേറൊരു വീഡിയോ ഉണ്ട്. അത് അടിയിടുന്നതാണ്. അത് നമ്മൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലത് പറയണ്ട. ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, കമന്റ് ചെയ്തോ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചോ.
ഇവരെ കാണാൻ താല്പര്യമില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. വേണ്ട ഗൂഗിൾ നോക്കി പുഴുവിന്റെ ഫലം കൊണ്ടുവന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ